കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഉള്ളിത്തീയലുമായിട്ടാണ്, വറുത്തരച്ച ഉള്ളിത്തീയലുമായിട്ടാണ്. അതിനു മുന്നേ എനിക്ക് ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉള്ളി തൊലിച്ചെടുത്തതാണ്, തൊലിച്ച് കഴുകിയെടുത്തതാണ്. അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 ആയിട്ട് കീറി അരിഞ്ഞ ഉള്ളിയാണ് ഇത്. നമ്മൾ കടു വറുത്തിട്ട് അതിനകത്തേക്കിട്ട് വഴറ്റിയെടുക്കുന്നതാണ്. ഇതിലേക്കൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് മുളക് ഇട്ടിട്ടുണ്ട്. അതിൽ കടുവും കൂടെ ഇട്ട് കരിയപ്പലയും ഇട്ടു. അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്ക് തട്ടി നല്ലതുപോലെ ശകല ഉപ്പുപൊടിയും കൂടെ ഇടുന്നു. ഉപ്പുപൊടി ഇടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് വശണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ട തേങ്ങയെ ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു മുറി തേങ്ങ വേണം. ഒരു മുറി തേങ്ങ തിരുവി വെച്ചതാണ്. അതിനെ അതിലേക്ക് തട്ടുക. എന്നിട്ട് നന്നായി വറുക്കുക. കരിയാതെ നന്നായി വറുക്കുക. തേങ്ങ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കാം. ചെറിയ ജാർ എടുത്തിട്ട് നമ്മൾ അരയ്ക്കുന്ന ജാർ എടുത്തിട്ട് അതിലേക്കാക്കി നല്ല മക്ഷി പോലെ അരച്ചെടുക്കാം. അരയ്ക്കുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ഇടാം, പക്ഷേ 1 സ്പൂൺ മല്ലിപ്പൊടി മതിയാവും. പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ച് ഇടുക. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 1 സ്പൂണേ ഇടുന്നുള്ളൂ. നല്ല എരിവുള്ള മുളകാണ്. എരിവില്ലാത്ത മുളകാണെങ്കിൽ കുറച്ചും കൂടെ ഇടാം. പിന്നെ ഇത് വെള്ളം തൊടാതെ തന്നെ അരയ്ക്കണം. വെള്ളം തൊടാതെ മക്ഷി പോലെ അരയ്ക്കണം എന്ന് നോക്കാം. ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട്. അതാ അരച്ചത് നല്ല മക്ഷി പോലെ അരച്ചിട്ടുണ്ട്. നല്ല മക്ഷി പോലെ അരച്ചിട്ടുണ്ട്. വെള്ളം തൊടാതെ അരച്ചതാണ്. ഇനി ഇതിലേക്ക് പുളി വേണം. ഒരു നെല്ലിക്ക വലിപ്പത്തിൻ്റെ പുളി വെള്ളത്തിലിട്ട് അതൊന്ന് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഓരോരുത്തരുടെ ഓരോ ഇഷ്ടമാണല്ലോ. പുളിപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം. കറക്റ്റായിട്ട് ഉള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് പുളി നോക്കാം. ഇതേ വലിപ്പത്തിൽ ഇത്രയും മതി പുളി. അത് വെള്ളത്തിലേക്കിട്ടു നല്ലതുപോലെ ഒന്ന് ഞെരടി പുളിവെള്ളം കൂടെ വീതണം. കൂട്ട് നമ്മളിപ്പോൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. കൂട്ടൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കൂട്ട് കലക്കിയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കലക്കി കൂട്ടിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളയ്ക്കണം. നല്ലതുപോലെ തിളയ്ക്കണം. ഇനി പുളിയും കൂടെ അതിലൊഴിക്കണം. പുളിയുടെ വെള്ളവും കൂടെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഒഴിക്കാം. നല്ല വെട്ടി തിളയ്ക്കണം.
ഉപ്പും നോക്കണം. ഉപ്പും കൂടെ നോക്കിയിട്ട് ഇട്ടാൽ മതി. നേരത്തെ നമ്മൾ ഇട്ടത് കൊണ്ട് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഇടുകയാണ്. ഉപ്പ് കുറവാണ്. ഇനി നമുക്ക് നോക്കാം. നല്ല തിളച്ച് കുറുകി വരുന്ന ഒരു തീയലാണ്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ തീയലിവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ അടച്ചിടാം. അണച്ചിടാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല കുറുകി. ഇനിയും നല്ല നല്ല വീഡിയോസുകളുമായി ഞാൻ എത്തുന്നതാണ് നിങ്ങളുടെ മുമ്പേ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അടുത്തിടുന്ന വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.